ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി 55,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചലിലെ ഇറ്റാനഗറിൽ തുടക്കം കുറിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷണത്തിന് വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനത്തിന്റെ ആരോഗ്യ പരിപാലനം സർക്കാരിന്റെ മുഖ്യ പരിഗണനയിലുള്ള വിഷയമാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി പ്രധാന മുന്നണികൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സർവീസസും ഗോവയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. മണിപ്പൂർ, മേഘാലയ, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 55,600 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഇറ്റാനഗറിലെ ഐജി പാർക്കിൽ നിന്ന് ഓൺലൈനായിട്ടാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ 41,000 കോടി രൂപയുടെ പദ്ധതികൾ അരുണാചൽ പ്രദേശിനുള്ളതാണ്. അരുണാചലിൽ മറ്റ് 38 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. സേല തുരങ്കം പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചു. പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം നോക്കിയല്ല താൻ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെല്ലാം സ്വന്തം കുടുംബമായതിനാലാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈകിട്ട് പശ്ചിമബംഗാളിൽ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 11 മുതൽ 13 വരെ മൌറീഷ്യസ് സന്ദർശിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീമതി മുർമു ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷണത്തിന് വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിദ്ധാർത്ഥന്റെ മരണം തികച്ചും ദൌർഭാഗ്യകരമാണ്. കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസ് സിബിഐക്ക് വിടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിന് ഇടയാക്കിയവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ സിബിഐ അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പൊതുജനത്തിന്റെ ആരോഗ്യ പരിപാലനം സർക്കാർ മുഖ്യ പരിഗണന നൽകുന്ന വിഷയങ്ങളിലൊന്നാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മൈലം പഞ്ചായത്തിലെ കാരൂരിൽ വിവിധോദ്ദേശ കായിക കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2 കോടി രൂപ ചെലവിലാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത്. കുട്ടികൾക്കും യുവാക്കൾക്കും മാത്രമല്ല മുതിർന്നവർക്കും ഇത്തരം സ്റ്റേഡിയങ്ങൾ ഉപയോഗപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് വി. കെ. ജ്യോതി അധ്യക്ഷയായി. സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ. വി. അർജുൻ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, സ്ഥിരം സമിതി അധ്യക്ഷൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവം താൽക്കാലികമായി നിർത്തിവച്ചു. വിധികർത്താക്കൾ കൈക്കൂലി വാങ്ങി വിധി നിർണ്ണയം നടത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുവജനോത്സവം താൽക്കാലികമായി നിർത്തിവച്ചത്. ഇന്നലെ നടന്ന മാർഗം കളി മത്സരത്തിലെ വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും പരാതി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് യുവജനോത്സവം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ സംഘാടകർ തീരുമാനിച്ചത്. യുവജനോത്സവം തുടരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് കേരള സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവം മന്ത്രി ആർ. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്നും നാളെയുമായി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ 9 വേദികളിൽ 93 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പൺ സർവകലാശാലയുടെ 23 പഠന കേന്ദ്രങ്ങളിലെ 4,000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ദേശീയപാത 66-ന്റെ മലബാറിലെ ആദ്യത്തെ 6-വരി പാതയായ മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. ബൈപ്പാസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ. ഒ. ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച് മാഹി വഴി കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ എത്തുന്ന ബൈപ്പാസ് റോഡാണ് പൂർത്തിയായത്. ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിലെ കുതിപ്പായി മാറുന്ന ഈ പദ്ധതി 1,300 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. മുഴപ്പിലങ്ങാട് നിന്ന് ധർമ്മടം, എരഞ്ഞോളി, തലശ്ശേരി, കോടിയേരി, മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ ചെന്നെത്തുന്നത്. തലശ്ശേരി, മാഹി നഗരങ്ങളിൽ പ്രവേശിക്കാതെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ എത്തിച്ചേരാനാവും. തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയുള്ള യാത്രയ്ക്ക് ബൈപ്പാസ് വഴി തുറക്കും.
തുറക്കും. 18.6 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ബൈപ്പാസ് റോഡിന് 45 മീറ്റർ വീതിയുണ്ട്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ ഓടുന്ന ട്രെയിനുകളിൽ ICH കോച്ചുകൾ 24ഉം LBH കോച്ചുകൾ 22ഉം ഓടിക്കുന്നതിനുള്ള സാങ്കേതിക അനുമതി റെയിൽവേ ബോർഡ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. എഗ്മൂർ കൊല്ലം 16101 ചെന്നൈ എക്സ്പ്രസ് തീവണ്ടിക്ക് തെന്മലയിൽ സ്റ്റോപ്പും അനുവദിച്ചു. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം വാടി സ്വദേശി നിബിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് വാടി സെന്റ് ആന്റണീസ് ചർച്ചിൽ നടക്കും. ഇന്നലെ സന്ധ്യയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഭൌതികദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. ഇന്ന് കണ്ണൂർ എത്തുന്ന UDF സ്ഥാനാർത്ഥി കെ സുധാകരന് പ്രവർത്തകർ സ്വീകരണം നൽകും. LDF സ്ഥാനാർത്ഥി MV ജയരാജനും NDA സ്ഥാനാർത്ഥി C രഘുനാഥും മണ്ഡലത്തിലെ ഒന്നാംഘട്ട പര്യടനം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കൺവെൻഷൻ മാമം മൈതാനത്തും തിരുവനന്തപുരം മണ്ഡലത്തിലെ കൺവെൻഷൻ പുത്തരിക്കണ്ടം മൈതാനത്തുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ചിറയൻകീഴ് വർക്കല നിയോജക മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും. BJPയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് വിവിധ പ്രചാരണ പരിപാടികൾ സംബന്ധിച്ച് ചർച്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള BDJS സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായ BDJS കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. കോഴിക്കോട് സിറ്റി റോഡ് വികസന പദ്ധതി രണ്ടാം ഘട്ടത്തിന് അംഗീകാരമായതായി ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കലിന് മാത്രമായി 720.4 കോടി രൂപയാണ് അനുവദിച്ചത്. റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 592.3 കോടി രൂപയും നീക്കിവച്ചു. വികസനം നടക്കുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ, വൈദ്യുതി, ടെലിഫോൺ ലൈനുകൾ ഉൾപ്പെടെയുള്ളവയുടെ മാറ്റിസ്ഥാപിക്കലടക്കം അടങ്കലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സർവീസസും ഗോവയും ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 7-നാണ് മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി M സുരേഷ് ബാബു. രാജ്യത്തിന്റെ കാൽപന്ത് ഭൂമികയിൽ തലയെടുപ്പേറിയ സന്തോഷ് ട്രോഫിയിൽ മുത്തമിടുന്ന അഭിമാന മുഹൂർത്തം ആർക്ക് സ്വന്തം? 6 തവണ കപ്പടിച്ച സർവീസസിന് 7ാം കിരീടമോ, അതോ ഗോവയുടെ തോപ്പിൽ 5ാം തൂവലോ? ഇറ്റാനഗറിലെ UPR സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന പോരാട്ടം എല്ലാ തലത്തിലും തുല്യ ശക്തികൾ തമ്മിലുള്ള ബലാബലം തന്നെയാണ്. തോൽവിയറിയാതെ മുന്നേറിയവരാണ് ഗോവക്കാർ. ഗ്രൂപ്പിൽ സർവീസസിനെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസവും അവർക്കുണ്ട്. അതിനപ്പുറം ഇത്തവണ കപ്പടിക്കാൻ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന വടക്ക് കിഴക്കിലെ ഏറ്റവും കരുത്തരായ മണിപ്പൂരിനെ സെമിയിൽ പൊരിഞ്ഞ പോരാട്ടത്തിൽ വീഴ്ത്തിയതോടെ ഗോവ ശരിക്കും മികവ് പ്രകടമാക്കി. മറുഭാഗത്ത് സർവീസസ് ആകട്ടെ മിസോറാമിന് മടക്ക ടിക്കറ്റ് നൽകിയാണ് കലാശപ്പോരിനെത്തുന്നത്. മുഖാമുഖ കണക്കുകളിൽ ചെറിയൊരു മേൽക്കൈ ഗോവയ്ക്കുണ്ടെങ്കിലും കളത്തിലെ കാര്യങ്ങൾ കളിച്ചു തന്നെ തീർപ്പാക്കാനാണ് പട്ടാളക്കാരുടെ വരവ്. മൈസൂരുവിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ കാഞ്ഞിരപ്പള്ളി, കൊല്ലം സ്വദേശികളായ 2 മലയാളി വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കൊല്ലം സ്വദേശി അശ്വിൻ P നായർ, മൈസൂരുവിൽ സ്ഥിരം താമസമാക്കിയ കാഞ്ഞിരപ്പള്ളി സ്വദേശി ജീവൻ ടോം എന്നിവരാണ് മരിച്ചത്. ആകാശവാണി മൈസൂരു സ്റ്റേഷൻ ഓഫീസർ കാഞ്ഞിരപ്പള്ളി കടൂക്കുന്നേൽ ടോം ജോസഫിന്റെ മകനാണ് ജീവൻ ടോം. ഇരുവരും മൈസൂരു അമൃത വിദ്യാപീഠത്തിലെ അവസാന വർഷ BBA വിദ്യാർത്ഥികളാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തയ്ക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണ്ണവിലയിൽ വർദ്ധനവ്. ഗ്രാമിന് 50 രൂപ കൂടി 6075 രൂപയും പവന് 400 രൂപ വർദ്ധിച്ച് 48,600 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി 55,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചലിലെ ഇറ്റാനഗറിൽ തുടക്കം കുറിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷണത്തിന് വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
പൊതുജനത്തിന്റെ ആരോഗ്യ പരിപാലനം സർക്കാരിന്റെ മുഖ്യ പരിഗണനയിലുള്ള വിഷയമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി പ്രധാന മുന്നണികൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സർവീസസും ഗോവയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.